ഹലോ ട്രേഡേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മളൊരു GBP/USD ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ട്രേഡ് എടുത്തത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്നായിരുന്നു. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ പ്രീവിയസ്ലി ഉള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രേഡ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടാർഗറ്റ് നമ്മൾ ലോങ് പൊസിഷനായിരുന്നു. നമ്മൾ ഈ ഒരു ട്രേഡ് എടുത്തപ്പോൾ ഇതിന് താഴെ ഇതായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഈ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുത്തു. ഈ റീടെസ്റ്റിൽ നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്തു. ദെൻ ഇത് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലെവലായിരുന്നു വെച്ചിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് നമ്മൾ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അഗെയിൻ പമ്പ് ചെയ്തു. ദെൻ സെക്കൻഡ് ടാർഗറ്റ് വെച്ചിരുന്നത് ഈ ഒരു ഏരിയയും ഫൈനൽ ടാർഗറ്റ് നമ്മൾ മേലേക്കാണ് വെച്ചിരുന്നത്. പക്ഷേ സെക്കൻഡ് ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തില്ല. അതിന് മുന്നേ നമുക്കൊരു മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ കുറച്ച് പേരോട് എല്ലാവരോടും പാർഷ്യൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ട്രയലി റണ്ണിങ് ആയിരുന്നു നമ്മുടെ കണ്ടീഷൻസ്. പക്ഷേ ഇവിടെ കറൻ്റ് വേറൊരു സെറ്റപ്പും കൂടി ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വെച്ചിട്ട് മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് റിജക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിവേഴ്സലിനുള്ളൊരു പോസിബിലിറ്റി കൂടി നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് റിജക്ഷൻ കാണിക്കുന്നത്. നമുക്ക് അവിടെ എന്താ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാർക്കറ്റ് ഒരു ഒരു റെസിസ്റ്റൻസ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ റിജക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബേസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. കാരണം മാർക്കറ്റ് 1 ടൈം 2 ടൈം 3 ടൈം ആൻഡ് 4 ടൈം ടെസ്റ്റ് ചെയ്തു. പ്രീവിയസിലുള്ള സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്യണം. സോ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവാൻ പറ്റുന്നത് ഈ റേഞ്ചിലുള്ള ഒരു ലിക്വിഡിറ്റി പാർട്ടിനെ പറ്റിയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം ഇത്രയും നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കുറേ സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇത് മേജർ ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് എഗെയിൻ ആ ഒരു പോർഷനിലേക്ക് ക്ലിയർലി പോയിട്ടൊരു മാനിപ്പുലേഷന് ചാൻസസ് നമുക്ക് ഹൈ ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു അപ്വാർഡ് മൂവ്മെൻറ്റത്തിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് എഗെയിൻ ഇതിനകത്തും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആരെങ്കിലും ബൈ ഹോൾഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ബെറ്റർ ഈ പ്ലേസിൽ നിന്ന് എഗെയിൻ എക്സിറ്റ് കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് ഇനി കാണാൻ പോകുന്നത് ചെറിയൊരു ഡൗൺവാർഡ് മൂവ്മെൻറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. മേലേക്ക് പോകാനുള്ള പോസിബിലിറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബ്രേക്കൗട്ട് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈ മൂവ്മെൻറ്റം ബ്രേക്കൗട്ട്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് മേലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. അതർവൈസ് അങ്ങനൊരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഗ്രാബിന് ശേഷം വീണ്ടും മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സെൽ ട്രേഡ് തരാനുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിലുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഇതിനകത്ത് GBP/USD കറൻ്റ് ഉള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ മാർക്കറ്റ് എപ്പോഴും ട്രെൻഡ് ചേഞ്ച് ചെയ്തിരിക്കും. കാരണം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഒരേ പൊസിഷൻസിൽ നമുക്ക് എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്തു ഒരു ട്രേഡ് എടുത്തു മാർക്കറ്റ് ബൈ പോയി എന്നതിന് വെച്ചിട്ട് മാത്രം ആ ലോങ് ടൈമിലോട്ടുള്ള ടാർഗറ്റ്സ് കറൻസീസിലോട്ട് നമുക്ക് എപ്പോഴും സ്യൂട്ടബിൾ ആവണമെന്നില്ല. സംടൈംസ് ഇത് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും ചെറിയ ടൈം ഫ്രെയിം, എസ്പെഷ്യലി നമ്മളൊരു ചെറിയ ടൈം ഫ്രെയിമിൽ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കുമ്പോൾ. ഇഫ് ഇൻ കേസ് നമ്മളൊരു 4 ഹവറിലാണ് ബേസ് ചെയ്യുന്നത്, അതേപോലെ വലിയ ടൈം ഫ്രെയിംസിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലോട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ കറൻ്റ്ലി നമ്മൾ ചെയ്യുന്ന പോലെ 50 മിനിറ്റ് 30 മിനിറ്റിലൊക്കെ ഡേ ട്രേഡിംഗ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഏത് നിമിഷവും ചാൻസസ് ഉണ്ടാവും. സോ റിവേഴ്സൽ ഇൻഡിക്കേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ഇതേപോലെ ശ്രദ്ധിച്ച് ലിക്വിഡിറ്റീസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംടൈംസ് എന്ത് ചെയ്യാം, ടാർഗറ്റ് ഫുള്ളും ഹിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. സോ അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ട്രേഡ്സിലോട്ട് നമുക്ക് എഗെയിൻ കയറാൻ പറ്റുന്നതാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി ചേഞ്ചിങ് ക്യാരക്ടർ, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നിട്ട് മാർക്കറ്റ് ചെറിയ രീതിക്കൊന്ന് റിവേഴ്സൽ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റത്തിൽ ഡൗണിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് 50 മിനിറ്റിൽ നമുക്ക് കാണുന്നത്. സോ GBP/USD ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ട്രെൻഡ് അപ്പിലോട്ട് പോകാതെ ഡൗണിലോട്ട് അല്ലെങ്കിൽ കൺസോൾട്ടേഷന് കീപ്പ് ചെയ്യാനുള്ള ചാൻസസും കൂടി നമുക്കിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു കൺസിഡറേഷൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയൊരു ബൈ ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് സേഫ്. അവിടെ ഒരു മാനിപ്പുലേഷൻ കിട്ടിയതിന് ശേഷം നമുക്കൊരു സെൽ ട്രേഡ് നോക്കുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഇതേപോലുള്ള മാർക്കറ്റ് അനാലിസിസ് കാര്യങ്ങളായിട്ട് അറിയുന്നതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അതുവരെ ബൈ.